വിശുകായിലെ സ്നേഹമുള്ളവരെ, ചാഞ്ചോടി ഇടവയെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു ദിവസം അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. പി.ഒ. തോമസ് പുത്തമ്പുരയ്ക്ക് നമുക്ക് അപ്പച്ചനെന്ന് വിളിക്കുന്ന തോമസിയാക്ക് 5 മാസം കൊണ്ട് ബൈബിള് പൂർണ്ണമായി തന്റെ കൈപ്പടയിൽ എഴുതി ഇന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഒത്തിരിയേറെ വ്യക്തികൾ ബൈബിൾ എഴുതുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് POC ബൈബിള് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അതേ രീതിയിൽ അതേ പേജ് നമ്പരോടുകൂടെ തന്റെ കൈപ്പടയിൽ ഈ ബൈബിൾ എഴുതി എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരിയേറെ സന്തോഷവും ആ വലിയൊരു ഡെഡിക്കേഷനും ഒക്കെ ഈ അവസരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വന്തം കൈകൊണ്ട് ദൈവവചനം എഴുതുന്നത് ദൈവാനുഗ്രഹമാണ്. നമുക്ക് നമ്മുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ 5 മാസം ഏതാണ്ട് ഒരു ദിവസം 8 മണിക്കൂർ എടുത്ത് ഈ POC ബൈബിള് അതേ രീതിയിൽ തന്റെ കൈപ്പട കൊണ്ട് എഴുതി എന്ന് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിന്റെ വലിയ നിമിഷങ്ങളായിട്ട് ഞാൻ കരുതുകയാണ്. ഇതിന് പ്രേരണ നൽകിയ എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഈ വലിയൊരു ദൗത്യം ഏറ്റെടുത്ത P.O. തോമസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. ദൈവകൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വചനം പഠിക്കുവാനും വചനം മനനം ചെയ്യുവാനും ആ വചനം മറ്റുള്ളവർ പങ്കുവയ്ക്കുവാനും ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ചാഞ്ഞോടി ഇടവക്കാരനായ അപ്പച്ചനെന്ന് വിളിക്കപ്പെടുന്ന P.A. തോമസ് പുത്തമ്പുരയ്ക്കൽ 150 ദിവസം കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായിട്ട് എഴുതി എന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുകയും ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 119 അധ്യായം 105 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യത്തിൽ കാണുന്നു, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനമായിരുന്നു ദൈവം. ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. 2025 ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന അവസരത്തിൽ ഈ സഹോദരൻ വചനത്തിൽ ആശ്രയിച്ച് ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം തനിക്ക് നൽകിയ ആ ജീവിതത്തിലൂടെ സ്വന്തം കൈപ്പടവിൽ എഴുതി പൂർത്തീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ചെയ്ത ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ച തോമസിന് എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. ചാഞ്ചോടി ഇടവകയിലെ രംഗമെന്ന നിലയിലും ഇടവാഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെയാണ് അദ്ദേഹം ഈ വചനം പൂർത്തീകരിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി അപ്പച്ചന് എല്ലാവിധ മംഗളങ്ങളും കുടുംബത്തിന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡിസംബർ 16 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 11:30. ഇപ്പോൾ എൻ്റെ മുറിയിൽ 2 പേരുണ്ട്. ഒന്ന് അപ്പച്ചൻ പുത്തമ്പുരയ്ക്കലും അതുപോലെ തങ്കച്ചൻ കളപ്പുര, തങ്കച്ചാന്ന് വിളിക്കുന്ന കളപ്പുരയ്ക്കൽ. 2 പേരുണ്ട്. വലിയൊരു കാര്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വലിയൊരു ബൈബിള് കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ബൈബിൾ, സമ്പൂർണ്ണ ബൈബിള് ആയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, എങ്ങനെ കഷ്ടപ്പെട്ട് മനുഷ്യർ ബൈബിൾ മുഴുവൻ എഴുതി തീർന്നിരുന്നു. ഒരു വലിയ സംരംഭമാണ് എഴുതി തീർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ബൈബിള് മുഴുവൻ വായിച്ചുള്ളൊരു വളരെ ചുരുക്കം മനുഷ്യരേ ഉള്ളൂ. വളരെ ചുരുക്കം പേര് മുഴുവനായിട്ട് വായിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും ചുരുക്കമായിട്ടുള്ള കാര്യമാണ് ബൈബിൾ എഴുതുക എന്ന് പറയുന്നത്. സമ്പൂർണ്ണമായിട്ട് എഴുതി ചേർക്കുക, എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് ദൈവകൃപയുള്ളവർക്കേ പറ്റത്തുള്ളൂ, എല്ലാവർക്കൊന്നും പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇതിന് സമയം എടുക്കണം, സന്നദ്ധത വേണം, ഒത്തിരി എനർജി ഇതിനായിട്ട് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ഇത് എഴുതി തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്ര ഭീമാകാരമായ നോക്കൂ, എന്ത് ഘനമാണ് ഇത്. എടുക്കണത് തന്നെ എന്ത് പാടാണ്.
ഇത്രയും വലിയൊരു പുസ്തകം ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം തന്നെയാണ്. ബിബ്ലിയോസ് എന്ന് പറഞ്ഞ പുസ്തകം അർത്ഥത്തിലാണ് അറിയപ്പെടുന്നത്. അർത്ഥത്തിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ വലിയൊരു പുസ്തകം ഇത് മാത്രമാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇത് മുഴുവൻ എഴുതി തീർക്കാൻ വലിയ സംരംഭമായിട്ട് കണക്കാക്കണം. ഇംഗ്ലീഷിലൊരു വാക്കാണ് പറയുന്നത്, ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത് അസാധാരണമായൊരു കാര്യമായിട്ട് ചെയ്ത് തീർക്കുന്നതിന് ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അതുപോലൊരു ജോലിയാണിത്, ഈ ബൈബിൾ മുഴുവൻ എഴുതി തീർക്കുക എന്നുള്ളത്. ഒത്തിരി ദൈവാനുഗ്രഹമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് എഴുതി തീർക്കാനും മുഴുവൻ തുടങ്ങാനും എഴുതി തീർക്കാനുമുള്ള അവസരം ദൈവം കൊടുത്തു, അതിനുള്ള അനുവാദം കൊടുത്തു, അതിനുള്ള കഴിവ് കൊടുത്തു. എല്ലാം ദൈവാനുഗ്രഹം തന്നെ പറയാൻ സാധിക്കുന്നു. ആത്മാർത്ഥമായ അർപ്പണബോധത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് അപ്പച്ചായന് ഈ ഒരു യജ്ഞം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവർക്കും നൽകുന്ന വരങ്ങൾ പോലെയല്ല, മറിച്ച് ഒരു വലിയ യജ്ഞം പൂർത്തിയാക്കുവാനുള്ള വിളിയായിരുന്നു ഇത് എന്ന് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും ഭംഗിയായിട്ട് 150 ദിവസങ്ങൾ കൊണ്ട് ബൈബിളിൻ്റെ തനിപ്പകർപ്പ് എഴുതി തീർക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കിയ അപ്പച്ചായന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും കൂടുതൽ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 5 മാസം കൊണ്ട് ബൈബിൾ പകർപ്പ് പൂർത്തിയാക്കി എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവും തരുന്നു. ഈ ഉദ്യമം പൂർത്തിയാക്കിയ അപ്പച്ചൻകുട്ടിക്ക് എല്ലാവിധ നന്മയും ആശംസയും പ്രാർത്ഥനയും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ നിമിഷങ്ങളിൽ ഇവിടെ ആയിരിക്കുക. ചങ്ങനാശ്ശേരി അതിരൂപത തൃക്കൊടത്താനം ഫൊറോനയിലെ ചാഞ്ഞൂടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ശ്രീ P.A. തോമസ്, അപ്പച്ചൻ എന്ന് വിളിക്കുന്ന ശ്രീ P.A. തോമസ് തനിക്ക് കിട്ടിയ ദൈവ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പൂർത്തിയാക്കിയ വലിയ ശ്രമകരമായ ഒരു ജോലിയെ സംബന്ധിച്ച് സംസാരിക്കുവാനായിട്ട് അറിയുവാനായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുക. ഏതാണ്ട് 150 ദിവസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കുവാൻ ദൈവം അപ്പച്ചന് വലിയ അനുഗ്രഹം കൊടുത്തു. ഏറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മാറ്റി നിർത്തി ഒന്നിനെയും ചെവി കൊടുക്കാതെ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ സാന്നിധ്യത്താൽ ഇത് എഴുതി പൂർത്തിയാക്കുവാനായിട്ട് അപ്പച്ചന് സാധിച്ചു. അപ്പച്ചന് ഇത് എഴുതി പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചതിനെ കുറിച്ചാണ് നമുക്ക് ഇന്നിപ്പോൾ സംസാരിക്കുവാനുള്ളത്. ബൈബിളിലെ ഈ 73 പുസ്തകങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ പ്രിന്റ് ചെയ്ത സമ്പൂർണ്ണ ബൈബിളും ഈ എഴുതിയ പുസ്തകവും തമ്മിൽ ഏറെ സാമ്യമുണ്ട്. സമ്പൂർണ്ണ ബൈബിളിലെ ഏത് പേജ് എടുത്താലും ഈ പുസ്തകത്തിലെ അതേ പേജ് തന്നെ അതിലെ വാക്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുവാനായിട്ട് അപ്പച്ചന് സാധിച്ചു. അതൊരു വലിയ ദൈവ കൃപ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ പുസ്തകം എഴുതുവാനായിട്ട് അപ്പച്ചന് തോന്നിയ പ്രചോദനം, തനിക്ക് കിട്ടിയ ദൈവാനുഭവം, അദ്ദേഹത്തിന് എവിടെ നിന്നൊക്കെ ഇതിന് സഹായം കിട്ടി, ഇതൊക്കെ നമുക്ക് അറിയുക, നമുക്ക് ആഗ്രഹം ഉണ്ട്. നമുക്കും പ്രചോദനമായ ഈ ജോലിയെക്കുറിച്ച്, നമുക്കും ബൈബിൾ എഴുതുവാനായിട്ടുള്ള ഈ പ്രചോദനത്തെക്കുറിച്ച് അപ്പച്ചനോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പച്ച, ഈശോം ശരിക്ക് സുഖമായിട്ട്. അപ്പച്ച, സമ്പൂർണ്ണ ബൈബിളിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലിയാണ്. ഇത് ഇത്രയും പ്രായത്തിൽ ഇത് എഴുതി പൂർത്തിയാക്കുവാനായിട്ട് ഏറെ അപ്പച്ചന് ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് അപ്പച്ചന് കിട്ടിയ ഇതിൽ നിന്നുള്ള ഒരു പ്രചോദനം? എവിടെ നിന്നാണ് അപ്പച്ചന് ഇതിനുള്ള പ്രചോദനം കിട്ടിയത്? മാടപ്പള്ളി ചെറുപുഷ്പ ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്ന ബഹുമാനോട് മാത്യു ചെത്തിപ്പഴയച്ചൻ ആ ഇടവകയിലെ 200 ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടായി സമ്പൂർണ്ണ ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതി എഴുതുകയുണ്ടായി.
ഞാൻ പല കർമ്മങ്ങൾക്കുമായിട്ട് ചെന്ന കൂട്ടത്തിൽ ഈ ബൈബിൾ കാണുവാനായിട്ട് വായിക്കുകയും ചെയ്തു. അതിലെനിക്ക് താല്പര്യം വളരെയേറെ ഉണ്ടായി. അന്ന് എനിക്കൊന്ന് എഴുതണം, ഒരു കയ്യെഴുത്ത് വെറുതെ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ ഭാര്യയുമായ വിഷയം പങ്കുവച്ചു. അങ്ങനെയാണ് ഞാൻ എഴുതാനുണ്ടായ അപ്പച്ചാ, ഇത് എഴുതി തുടങ്ങുമ്പോൾ അപ്പച്ചന് എന്തെങ്കിലും നിയോഗങ്ങളുണ്ടായിരുന്നു ഇത് എഴുതി തുടങ്ങുമ്പോൾ? അതുപോലെ തന്നെ ഇത് കയ്യെഴുത്ത് പതി ഇപ്പം പൂർത്തിയായാലും എന്തായാലും അത് എന്ത് ചെയ്യാനാണ് അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്? തോമസുട്ടി നല്ല പ്ലാനിലാണ് ഇരിക്കുന്നത്. ഒന്നാമത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇടവ ദേവാലയത്തിൽ വീട് കഴിഞ്ഞാൽ ഇടവ പള്ളിയെ സ്നേഹിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയ കയ്യെഴുത്ത് പ്രതി ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ അറിവുള്ള സംഭവത്തോടുകൂടി ചാഞ്ഞോടി പള്ളിയിൽ സമർപ്പിക്കാനാണ് ഞാൻ എൻ്റെ ഇടവ ദേവാലയത്തിൽ. പിന്നെ നിയോഗത്തെക്കുറിച്ച് തോമസുട്ടി എന്നോട് ചോദിച്ചു. നിശ്ചയമായും നിയോഗങ്ങൾ ഉണ്ടാകുമല്ലോ. എൻ്റെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു, പൂർണ്ണതയിലെത്തി ഞാൻ പറഞ്ഞത്. എങ്കിലും ഞാൻ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം പൂർണ്ണതയിലേക്ക് നീ കഴിഞ്ഞു. മറ്റു ചില കാര്യങ്ങൾ പരിപൂർണതയിൽ നിന്നല്ല, പൂർണ്ണതയുടെ വഴികളിലാണ്. അത് പൂർണ്ണമായും വിജയിക്കും. ദൈവം എനിക്ക് സാധിച്ചത് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അത് ഞാൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. നിശ്ചയമായും അതെനിക്ക് സാധിച്ചിരിക്കുന്നു. അപ്പച്ചാ, ഇത് എഴുതി പൂർത്തിയാക്കുമ്പോഴത്തേന് അപ്പച്ചന് ഇടവകയുടെ ഭാഗത്തു നിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ അപ്പച്ചന് ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രാർത്ഥനാ സഹായം എങ്ങനെയൊക്കെയാണ് ഇടവകയുടെ ഭാഗത്തു നിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അപ്പച്ചന് ലഭിച്ചതെന്നൊന്ന് അറിയാമപ്പോൾ? ഞാൻ എഴുതുവാൻ ആരംഭിച്ചത് താമസിയാതെ തന്നെ നമ്മുടെ ബഹുമാനോട് വികാരിച്ചത് പൂമകൾ റോയച്ചനെ കാണുകയും ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പ്രാർത്ഥനാ സഹായം തേടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ എനിക്ക് ഉറപ്പ് വരികയും ചെയ്തു. കൂടാതെ വികാരിമാരായിരുന്ന വാഴപ്പറമ്പിൽ തോമസ് ഊട്ടി അച്ഛനെ, പുത്തനങ്ങാടിൽ മാത്യു അച്ഛനെ, അതുപോലെ തന്നെ കിഴക്കേവീട്ടിൽ ആന്നി അച്ഛന്, കണിച്ചേരി ലൈജു അച്ഛൻ എന്നിവരോട് നേരിട്ടും ടെലിഫോണിലും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തു. അവരുടെയൊക്കെ പ്രാർത്ഥനാ സഹായം ലഭിച്ചുവെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കൂടാതെ എൻ്റെ അടുത്ത വ്യക്തികളായ കടത്താനത്തെ ജോസ് അച്ഛന്, മതിലകത്ത് തോമസ് അച്ഛൻ, ഇവരെ നേരിൽ കാണുകയും എന്നെ ഞാൻ ഇന്ന് വന്ന് കണ്ട് എന്നോട് പ്രാർത്ഥന സഹായം നേർന്ന് എന്നോട് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു. ഏറ്റവും നന്നായിട്ട് എഴുതാൻ അതുകൊണ്ടാണ് പൂർത്തിയാക്കേണ്ടി കഴിഞ്ഞത്. കൂടാതെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കുഞ്ഞുമോള് എല്ലാവിധ സഹായം എനിക്ക് തന്നു. വിദേശത്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരും എല്ലാ ആഴ്ചകളിലും വിളിക്കുകയും പുരോഗതി അന്വേഷിക്കുകയും പ്രാർത്ഥന സഹായം നൽകുകയും ചെയ്തെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം. അപ്പച്ചാ, വലിയൊരു സുഹൃത്ത് വലയത്തിൻ്റെ ഉടമയാണ് അപ്പച്ചൻ. പല സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്ന അപ്പച്ചന് വലിയൊരു സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ട്. ഈ സുഹൃത്തുക്കൾ അപ്പച്ചനെ ഇത് എഴുതി പൂർത്തിയാക്കുവാനായിട്ട് സഹായിക്കും എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് സുഹൃത്തുക്കൾ അപ്പച്ചനെ ഇത് എഴുതി പൂർത്തിയാക്കുവാനായിട്ട് സഹായിച്ചത്? നിശ്ചയമായും ചോദ്യം വളരെ കറക്റ്റാണ്. എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ, വിവിധ മേഖലയിലുള്ള ധാരാളം സുഹൃത്തുക്കൾ. എങ്കിലും ഞാൻ എല്ലാവരുമായി വിഷയം പങ്കുവച്ചില്ല. കാരണം ഇത് എഴുതി ഇത്രയും ശ്രമകരമായ ജോലി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ ജനിച്ചത് കാരണം ഞാൻ അധികം ആൾക്കാർ പറഞ്ഞു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ തോമസ് ഊട്ടി ഉളവപ്പാട്, KS തോമസ് കളപ്പുരയിൽ, ജോജൻ മൈക്കിൾ മണിമുറി, ഇവർ 3 പേരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 3 പേരോടും അഭിപ്രായം തേടി. അവരിൽ 3 പേരും എല്ലാ ആഴ്ചകളിലും എന്നോട് വിഷയങ്ങൾ ചോദിക്കുന്ന തെറ്റുമായി എന്തായെന്നറിയും. കൂടാതെ തോമസ് ഊട്ടി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത ഉറപ്പാക്കുക. ഞാൻ എന്നും ആ കാര്യത്തിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അവരോട് വിഷയങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. അതങ്ങനെ ഒരു നല്ല സുഹൃബന്ധം എനിക്ക് നിലവിലുണ്ട്. അവരുമായിട്ടാണ് ഞാൻ വിഷയം പങ്കുവച്ചത്. പക്ഷേ ഇത് എഴുതി തുടങ്ങുമ്പോൾ അതിന് കൃത്യമായ ഒരു രീതി ഉണ്ടാവണം. അപ്പച്ചന് ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ദിനചര്യയെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? തോമസ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ പുലർച്ചെ 3:30 മണിക്ക് തന്നെ ഉണരുന്നു. ഉണർന്നെഴുന്നേറ്റാൽ വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ തേടിയ ശേഷം എഴുതാനിരിക്കുന്നു. 5:45 ഇവിടുന്ന് നടന്ന് പള്ളിയിലോട്ട് പോകും. പോകുന്ന വഴിക്ക് ഞാൻ സ്ഥിരമായി ഒരു കൊതുചൊല്ലിയാണ് പോകുന്നത്. പള്ളിയിലെത്തുന്നു, കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നു. കുർബാന മധ്യേ എൻ്റെ നിയോഗം ഏറ്റവും വലുതായിട്ടുള്ളത് എൻ്റെ ഈ എഴുത്ത് പൂർത്തിയാക്കാനുള്ള ശേഷിയും കഴിവും ആരോഗ്യവും മനസ്സിൻ്റെ ധൈര്യവും എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ വലിയ വരദാനം എനിക്ക് ലഭിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ വൈകിട്ടത്തെ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഇരുവരും മാത്രമേ ഉള്ളൂ. കുട്ടികളാരും കൂടെയില്ല. ഞങ്ങളുടെ ദിവസവും ജപമാല ചൊല്ലുകയാണ്. ജപമാലയിലെ ഏറ്റവും വലിയ നിയോഗം ഇത് പൂർത്തിയാക്കാനുള്ള കഴിവും ആരോഗ്യവും മനസ്സും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ വീട് തരണമേ എന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. അത് ഒരു പരിധിവരെ ഫലപ്രാപ്തിയിലെത്തി എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അപ്പച്ചാ, ഇത് അപ്പച്ചനെ എഴുതി പൂർത്തിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എത്ര കാലം കൊണ്ടാണ് അപ്പച്ചനെ ഇത് എഴുതി പൂർത്തിയാക്കിയത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ എഴുതിയ കാലഘട്ടത്തിൽ എഴുതി പൂർത്തിയാക്കുന്ന സമയത്ത് അപ്പച്ചൻ എന്തെങ്കിലും തടസ്സങ്ങൾ
ഉദാഹരണത്തിന് ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അപ്പച്ചന് ഇതിനകത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? റോസൂട്ടി, പഴയ നിയമം പുതിയ നിയമം അടങ്ങുന്ന സമ്പൂർണ്ണ ബൈബിള് 73 പുസ്തകങ്ങളാണ്. പഴയ നിയമം 1348 പേജും പുതിയ നിയമം 390 പേജും ഏതാണ്ട് 1740 പേജുകളുണ്ട്. ഈ 1740 പേജ് എഴുതുവാൻ എൻ്റെ പേര് തോമസ് എന്നാണ്. ദുക്രാന തിരുനാളിൽ തന്നെ ഞാൻ എഴുതാൻ ആരംഭിച്ചു. 2024 ജൂലൈ മാസം 3-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. ഞാൻ ഡിസംബർ മാസം 3-ാം തീയതി അതേ ഡേറ്റിൽ തന്നെ 3-ാം തീയതി തന്നെ വൈകിട്ട് എനിക്ക് പൂർത്തിയാക്കുവാൻ കഴിയും. അതായത് 180 ദിവസം കൊണ്ട് 73 പുസ്തകങ്ങൾ ഭംഗിയായിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എത്രത്തോളം ഭംഗിയായി ദൈവം നിശ്ചയിക്കട്ടെ, കാഴ്ചക്കാർക്കാണ്. ഞാൻ എഴുതി പൂർത്തിയാക്കി. കൂടാതെ തടസ്സങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മാനുഷികമായ തടസ്സങ്ങൾ ഉണ്ടാകാമല്ലോ. കാരണം വയസ്സ് 65-66 കഴിഞ്ഞു. ഈ കാലത്ത് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകും. എൻ്റെ വലതുകൈക്കും ഇടയ്ക്കും നല്ല നമ്പരമായിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഓയിൻമെൻ്റൊക്കെ പുരട്ടിയാണ് ഇരിക്കുന്നത്. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് വേദന പൂർണ്ണമായിട്ടും മാറി. എടുത്ത് തുടർച്ചയായിരുന്നുകൊണ്ടായിരിക്കാം. അത് കൂടാതെ ഞാൻ കൃഷിപ്പണിയിൽ ധാരാളമായിട്ട് ഇടപെടുന്നതാണ്. എൻ്റെ 2 കണ്ണുകൾക്കും 2 അവസരങ്ങളിലായിട്ട് പരിക്ക് പറ്റിയുണ്ടായി. അത് ഒരു പരിധിവരെ എന്നെ തടസ്സപ്പെടുന്ന വേണ്ടി പൈശാചിക ബന്ധനമാണോ എന്ന് ഞാൻ കണ്ണിൽ തന്നെ വന്നപ്പോൾ വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്തു. അതിനെല്ലാം നേരിടുവാനും ഫലപ്രദമായി നിൽക്കുവാനും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത്. ഞാൻ സൗഖ്യമായി, ദൈവത്തിൻ്റെ കൃപയാൽ പൂർണ്ണമായി സൗഖ്യമായി. പണ്ടത്തേക്കാൾ കണ്ണിന് കാഴ്ചയുണ്ട്, ശരീരത്തിന് ആരോഗ്യമുണ്ട്, മനസ്സിന് കൂടുതൽ സന്തോഷമുണ്ട്. ഇതാണ് എനിക്ക് പറയാം. അപ്പച്ചാ, ഇത് എഴുതി പൂർത്തിയാക്കിയപ്പോൾ ഒരുപാട് പേരോട് അപ്പച്ചന് മാനസികമായി നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആരോടൊക്കെയാണ് അപ്പച്ചന് ഈ കാര്യത്തിൽ നന്ദി അർപ്പിക്കാനുള്ളത്? തുറസൂട്ടി, നന്ദി പറയുക എന്ന് പറയുമ്പോൾ അത് പരമനിവർത്താവായ ദൈവത്തിനാണ് നന്ദി പറയുന്നത്. നന്ദി ദൈവത്തിന് അർഹതയുമുണ്ട്. കാരണം അത്രമാത്രം വലിയൊരു ജോലി പൂർത്തിയാക്കിയ ഒരു ഉത്തമ വിശ്വാസം. പിന്നെ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് ഉപദേശങ്ങൾ നൽകുകയും ഒരുപാട് വൈദികരോട് ഞാൻ നന്ദി പറയുകയും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ അവർക്ക് അവരോട് കടപ്പാടും നന്ദിയുള്ളവനായിരിക്കും. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും എനിക്ക് താങ്ങും തള്ളലുമായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കുഞ്ഞുമോൾ, വിദേശത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിമ്മിയും സന്ദീപും അമിലക്കുട്ടിയും, അതുപോലെ തന്നെ മറ്റു ജോലി സ്ഥലത്ത് കഴിയുന്ന എൻ്റെ നിമ്മിയും ജെറിയും മാർക്കുമോനും, ഇവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നത്. ഇതിനൊക്കെ അതിനുപരിയായി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി എന്നുള്ള സത്യമാണ്. ദൃശ്യമായിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം ഉണ്ടായിരുന്നു. എങ്കിലും തുടരാത്ത മനസ്സും എനിക്ക് ശരീരത്തിന് ആരോഗ്യം തന്ന ദൈവമായ കർത്താവിന് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ ഇടവൻ ക്രിസ്ത്യാനോസിൻ്റെ നാമത്തിൽ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു.